നരൻ. എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഒന്നില്ല. നോക്കട്ടെ. ഒന്നില്ലേ? എന്താ തരുന്നല്ല? എന്താ പട്ടാമ്പിയിൽ വിവരം അറിയിച്ചു. ഇനി വൈകാതെ ബോർഡിങ് കൊണ്ട് തിരിക്കുകയല്ലേ? ബോധം തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും വേണം അവിടെ. എനിക്കിത് അവളോട് പറയാൻ കഴിയില്ല. രഘുപതി, ബോഡിയുടെ കൂടെ താൻ പോവില്ലേ? നന്ദയ്ക്ക് കാണണമെന്ന് പറഞ്ഞാൽ അവിടെ അമ്മയടക്കം എല്ലാരും കാത്തിരിക്കല്ലേ? വൈകിക്കണ്ട, കൊണ്ടുപോവാ. നരനൊന്നും പറ്റിയിട്ടില്ലല്ലോ. എന്താ ഒന്നും മിണ്ടാത്ത? എവിടെ എവിടെ എന്റെ നരൻ? ഹസൻ ഭായ്, എന്റെ നരൻ എവിടെ? ഹസൻ ഭായ് പോയി മോളെ, ദൈവത്തിന്റെ അടുത്തേക്ക് തിരിച്ചുപോയി. എനിക്ക് കാണണം, എനിക്ക് കാണണം, എനിക്ക് കാണണം, എനിക്ക് നന്നെ കാണണം. എന്നെ വിട്ട് പോവില്ല. എനിക്ക് നന്നെ കാണണം.
ഒരു വണ്ടി അറേഞ്ച് ചെയ്യ്. ഇവളെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. ഒന്ന് കണ്ടോട്ടെ അവസാനമായി. വരൂ. കഴിഞ്ഞു. സന്ധ്യ വരെ കാത്തു. അവരെ കൊണ്ടിരുത്തു. ആ വരൂ, പത്തായപ്പേരിലിരിക്കാം. വരൂ. ചെല്ലേ. ഹസൻബായി വയ്യ, തളർന്നു പോയിരിക്കുന്നു. ഞാൻ നിർബന്ധിച്ചു വരണ്ടാന്ന്. തിരിച്ചുപോക്ക് നാളെ ആവാം, രാവിലെ. ഇന്ന് ഏതായാലും നന്ദയം കൊണ്ട്. അതെ, അത് വേണ്ട. ഡോക്ടർ ഒന്ന് പറയൂ. എത്ര പറഞ്ഞിട്ടും നന്ദ അനങ്ങുന്നില്ല. സമയം പോകുന്നു. ഇറങ്ങും മുമ്പ് നരേന്ദ്രന്റെ അമ്മയും മറ്റൊന്ന് കാണണ്ടേ? വേണം. എന്തിനും നന്ദ എങ്ങനെ ഇരുത്താൻ എങ്ങനെയാ? വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോ നരേന്ദ്രേട്ടന്റെ അമ്മ കാണണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. എഴുന്നേക്കൂ. ആദ്യം കുളത്തിലെ വെള്ളത്തിലൊന്ന് മുങ്ങിക്കുളിക്കാം, എന്നിട്ടാവാം. വരൂ. കുളി കഴിഞ്ഞ് ഇപ്പൊ വരൂ കേട്ടോ. ഞാൻ ഉണ്ണിയാണ്, കൃഷ്ണനുണ്ണി. അപ്പൂനെയും ഉണ്ണിയും ഇരട്ട പ്രസവിച്ചതാ. ആരാത്?
അപ്പൂന്റെ ബാംഗ്ലൂരിലുള്ള ആ ബാംഗ്ലൂരിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോ ഓർത്തു. മോളുണ്ടെന്ന് ആരും പറഞ്ഞില്ല. അറിഞ്ഞപ്പോ തൊട്ട് ജാനോട്ടക്ക് തിരക്കുക. പോണേന് മുമ്പ് കാണണമെന്നൊരാഗ്രഹം പറഞ്ഞു. കുട്ടിയെ കുട്ടിക്കൊണ്ടിയല്ല. കഷ്ടം. നട പറയുന്ന നിലവിളക്കം വെച്ച് സ്വീകരിക്കേണ്ടിയിരുന്ന കുട്ടിയാ. അതിന്റെ യോഗ ഇങ്ങനെയായി. ജാനുവടത്തി നന്ദമോൾ വന്നിട്ടുണ്ട്. മോളെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മോളുടെ കാര്യം പറഞ്ഞു. അവൻ ഒരുപാട് കൊതിപ്പിച്ചമ്മേ. എല്ലാം ഇങ്ങനെ കണ്ണീരിൽ അവസാനിക്കുമെന്ന് കരുതിയില്ലല്ലോ എന്റെ ഈശ്വര. എന്ത് പറഞ്ഞാ മോളെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുക? കൂടെ വന്നവരൊക്കെ പുറപ്പെടാൻ തയ്യാറായി നിൽക്കണു. തിരക്കണുണ്ട്. കണ്ട് കണ്ണു നിറഞ്ഞില്ല. ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതല്ലേ. എവിടെ എവിടെ എന്റെ അപ്പൂന്റെ കുട്ടി എവിടെ? കഴിഞ്ഞവണെ അവൻ വന്നപ്പോ കുറച്ചു ദിവസം ഇവിടെ പിടിച്ചു നിർത്തണമെന്ന് കരുതിയതാ. നിന്നില്ല. ധൃതിയുണ്ട് മുത്തശ്ശി എന്ന് പറഞ്ഞ് ഓടിക്കളഞ്ഞു. എപ്പോഴും ധൃതിയായിരുന്നല്ലോ. എന്തിനാ എന്റെ കാവിലമ്മയെ ഞങ്ങളോട് ഈ കടുങ്കൈ ചെയ്തത്? എന്തെങ്കിലും ഒരു അരുതാഴിയെ കാട്ടിട്ടുണ്ടോ ഞങ്ങൾ ആരെങ്കിലും? എന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നന്ദ ഇവിടെ വരുന്ന ദിവസം ഒരു അത്ഭുതം പോലെ തോന്നാൻ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ അവൻ പറഞ്ഞിരുന്നു. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ, എന്നെ വെച്ച് ചില തമാശകളൊക്കെ കാണിക്കാൻ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത്? എന്റെ കണ്ണുകളെയോ അതോ നിങ്ങളെല്ലാം പറയുന്ന വാക്കുകളെയോ? നരൻ, പ്ലീസ് ഈ കളി മതിയാക്കൂ. ഞാൻ തോറ്റു. ഇനി എന്തിനാ എന്നെ കളിപ്പിക്കുന്നത്? ഈ ടോർച്ചർ എനിക്ക് താങ്ങാൻ വയ്യ നരൻ. പ്ലീസ്. എന്താ ഈ കാണിക്കണേ? ഞാൻ ഉണ്ണിയാണ്. ഉണ്ണി, എനിക്കറിയാം. യു ആർ ഉണ്ണി. യെസ്, എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ അപ്പൊ എനിക്കറിയേണ്ടത് ഞാൻ ആരാണെന്നാണ്. അത് പറഞ്ഞു തരാമോ? Tell me, please. കുളിച്ചൊരുങ്ങണ്ടേ? എല്ലാരും പുറപ്പെടാൻ നിൽക്കുക. വാ. നരേന്ദ്രൻ ഒരു ട്വിൻ ബ്രദർ ഉള്ള കാര്യം നന്ദയ്ക്ക് അറിയില്ലായിരുന്നോ? എനിക്കൊക്കെ അയാളുടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു പറയരുതെന്ന്. ഒരു സസ്പെൻസ് ആയി കീപ്പ് ചെയ്യാൻ. ഇങ്ങനെ ഐഡന്റിക്കലായി ഒരാളുണ്ടാവുമ്പോ നന്ദയ്ക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവും. എന്തിനാ, നമുക്ക് പോലും ഒരു നിമിഷം. പോയി വരൂ മോളെ.